പണിയും. ഹായ് ഗായ്സ്, ഞങ്ങള് ക്യോളൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ക്യോളൻ ഇപ്പൊ കാണിച്ചു തരാം. ഗായ്സ്, ഇന്ന് ശുഭ തുടക്കമാണ്. ഇപ്പൊ സമാധാനമായി. ബസ്സില്ല, തുടക്കം കിടിലായോണ്ട് തന്നെ ഒരു വിഷയമില്ല. ബസ് പോയെന്നാണ് പറഞ്ഞത്. ഇവൻ പോയെന്ന് പറഞ്ഞു. ബസ് വന്ന് ഗായ്സ്, ഇത് കണ്ടോ? നമ്മൾ യാത്ര ചെയ്തേ ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഇത് പുത്തൻ കാലം, കൊച്ചുമോള് ആള് ആദ്യമായിട്ടാ ജർമ്മനിയില്. അവളെ പിടിക്കാൻ അറിയത്തില്ല. ജർമ്മനാണ് ആളുടെ ബെൽറ്റ്. ഇതാണ് ഞങ്ങളുടെ ഹൗട്ട് ബാൻ ഓഫ് ഹാക്കൻ ഹൗട്ട് ബാൻ ഓഫ്. ഞങ്ങളങ്ങനെ എവിടെ പോകുന്നത്? നമ്മള് ഇയാളിത് എന്ത് ചുമ്മാ മടുത്ത്. ഇയാള് ചുമ്മാ എന്ത് ഈ വീഡിയോ ഞാൻ പോണ്. ഇത്ര വലിയ കുറ്റാണോ? ഇതൊന്നും പറയാനില്ല, ഇതൊന്നും പറയാനില്ല. ഇതിനെ കൊണ്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. എന്താ ഞാൻ എവിടെ കൊണ്ടുപോകാത്ത? ഞാൻ എവിടെയും പോയിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ട് സ്ഥലത്ത് പോകും, അത് വ്ലോഗും ആക്കാൻ പോകുന്നു. എന്താ ഞാൻ എവിടെ കൊണ്ടുപോകാത്ത? കള്ളൻ. നമ്മുടെ രണ്ടുപേരുടെ പോവണ്ടേ നമുക്ക്? ഇരിക്കാൻ വന്നാണോ നീയൊക്കെ? അതെയാ, നമ്മുടെ ട്രെയിൻ ഇതാണ്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മള് ക്യോളം പള്ളിയിലേക്ക് ഗൈസ് പോവല്ലേ? അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്ന്. ഇനി എന്നാ ട്രെയിൻ യാത്ര ആയിരിക്കും. ഈ ലോകത്തിൽ തിരക്കേറിയോടുമ്പോഴും തിരിഞ്ഞൊന്നു നോക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ. സക്സസ്ഫുള്ളി ഞങ്ങൾ ട്രെയിൻ കയറിയിട്ടില്ല. ഇവര് പറഞ്ഞു ഐസിയായിരുന്നു, പക്ഷെ ഇത് ഐസിയായിരുന്നു. ഞാൻ കണ്ടു അറിയാം. അനങ്ങൂലിയത് ഡോളായത്. സ്ഥലത്തിന്റെ പേര് കണ്ട ഗായ്സ്, സ്ഥലത്തിന്റെ പേര് കണ്ട ഗായ്സ്. എന്നെ പെറ്റാൽ കാട്. പ്രശ്നമില്ല. എടാ മറ്റേ വലിക്കും, ഇത് വലി ഇത് ഇത് വലി ഇത് ഇത് വലി 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 വലിച്ചെടുക്ക്. അല്ല വലിക്കണ ഓർക്കാൻ പറ്റുമായിരിക്കും. വലി 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 എല്ലാം വലിച്ചെടുക്ക്. ട്രെയിൻ മുടിപ്പിക്കാൻ നോക്കുന്ന മലയാളി പിള്ളേർ. ചിരിച്ച് പേടിപ്പിക്കല്ലേ മഹേന്ദ്ര. ഡേറാണേ പഠിക്കുന്ന കാര്യമുണ്ട്. അത് മാറ്റി താഴെ വെക്കണം. പറ്റുമോ? ചെയ്താൽ നിനക്ക് 10 യൂറോ 10 യൂറോ നോക്കിയാൽ 10 യൂറോ. റൊണാൾഡോ യൂറോ പോയി ഗൈസ്. വീഡിയോ പറഞ്ഞടി.
നമ്മളങ്ങനെ ക്യോളൻ ഇപ്രാവശ്യം ഇവിടെ സൗണ്ട് ഭയങ്കര മോശമായിരിക്കും, കാരണം നമുക്ക് മൈക്കൊന്നുമില്ല. അടുത്ത വ്ളോഗിന് മൈക്ക് കാണൂല, അടുത്ത വ്ളോഗിനും മൈക്ക് കാണൂല, കാരണം പൈസ ഒന്നുമില്ല കയ്യിൽ. അതിന്റെ അടുത്ത ബ്ലോഗ് നമ്മൾ സെറ്റാക്കും. അതിൻ്റെ അടുത്ത വ്ളോഗിന് സെറ്റാക്കും. 5 വ്ളോഗ് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കും. അത്രേ ഉള്ളൂ. ഈ പ്രേമം പോലൊരു മായാജാലം ലോകം ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മാറും സൂപ്പർ ടിപ്പിക്കൽ മലയാളി. ക്യോളൻ അവസാനം ഇവിടെ എത്തി, പള്ളിയിൽ. ഇതാണ് പള്ളിയുടെ സൈഡ് വശം. ഇത് പള്ളിയുടെ സൈഡ് വശമാണ്. നമ്മൾ ശരിക്കും സൈഡിലോട്ടാണ് വരണേ, അല്ലാണ്ട് ഫ്രണ്ട് അല്ല ഇത്. ഇതുണ്ടോ, ഇത് ഇത്ര അല്ല, അങ്ങോട്ടും കുറേ ഉണ്ട്. ഇത് ഒരു ഫ്രെയിം ഒതുങ്ങും, അങ്ങ് അവിടെ നിന്നാ ചിലപ്പോ ഒതുങ്ങുമായിരിക്കും. ഇതാണ് പണ്ട് പള്ളി പണ്ട് പണിഞ്ഞ പള്ളി. ഈ പള്ളി ഒരു കഥയുണ്ട്, കഥ കേട്ടാലും. 1248 ഈ പള്ളിയുടെ പണി തുടങ്ങിയത്. 777 വർഷം കഴിഞ്ഞിട്ടും ഈ പള്ളിയുടെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നിൽ വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. 1248 തുടങ്ങിയ ഈ പള്ളിയുടെ പണി യുദ്ധവും വാക്കുതർക്കവും കാരണം 1560 ആയപ്പോൾ നിർത്തിപ്പോയി. പക്ഷേ പിന്നീട് പുനരാരംഭിക്കാനുള്ള തീരുമാനം 1814 ആയപ്പോൾ വന്നെങ്കിലും ഫണ്ടിംഗ് പ്രശ്നം കാരണം പള്ളിയുടെ പണി 1880 വരെ നീണ്ടുപോയി. ഈ പള്ളിയുടെ പണി നടത്താൻ അന്നത്തെ കാലത്തെ രാജാവ് ഒരു നിർമ്മാതാവിനെ കണ്ടുപിടിച്ചു. ആ നിർമ്മാതാവ് വരച്ചു കൊടുത്ത പ്ലാൻസ് ഒന്നും രാജാവിന് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് ചെകുത്താൻ പ്രത്യക്ഷപ്പെട്ട് ഒരു കിടിലൻ പ്ലാൻ നിർമ്മാതാവിന് കൊടുത്തത്. ആ പ്ലാൻ രാജാവിന് പക്ഷേ ഇഷ്ടപ്പെട്ടു. എന്നാൽ അതിനൊരു നിബന്ധന ഉണ്ടായിരുന്നു. പള്ളിയുടെ അവസാന കല്ല് വെച്ച് ആദ്യത്തെ കോഴി കൂവുന്ന സമയത്ത് നിർമ്മാതാവിന്റെ ആത്മാവിനെ കൊണ്ടുപോകും എന്നായിരുന്നു ചെകുത്താന്റെ നിബന്ധന. പണി പൂർത്തിയായില്ലെങ്കിൽ രാജാവ് കൊല്ലും, പണി പൂർത്തിയായെങ്കിൽ ചെകുത്താൻ കൊല്ലും. എന്തായാലും മരണം ഉറപ്പായി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കോഴി കൂവുന്ന കേട്ട് ചെകുത്താൻ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് പള്ളിയുടെ പണി തീർന്നിട്ടില്ല. പള്ളിയുടെ പണി തീരുമ്പോൾ പുള്ളിയുടെ പണി തീരുമെന്ന് മനസ്സിലാക്കിയ നിർമ്മാതാവിന്റെ ഭാര്യ ഒരു ഫ്രോഡ് പണി ഒപ്പിച്ച് കോഴീനെ നേരത്തെ കൂവിപ്പിച്ചു. ഇതിഷ്ടപ്പെടാഞ്ഞ ചെകുത്താൻ ഈ പള്ളിയുടെ പണി തീരുന്നതെന്ന് ലോകം അവസാനിക്കുമെന്ന് ശപിച്ചു വിട്ടു. കുറച്ച് നമുക്ക് അത് കാത്തുറക്കാം. സത്യം പറഞ്ഞ ബാഗിട്ട് അതിട്ടോട്ട് കയറാൻ പറ്റൂല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം അല്ല. അപ്പോൾ ബാഗിട്ട് കയറാൻ പറ്റൂല. നമ്മൾ പക്ഷെ കള്ളൻ തന്നെ ഇപ്പോഴും കയറി. Where is this? Das ist John André, der war Generalvikar im Dom. Thanks to his idea, you're my honey bunny. I'm your pumpkin pia, you're my honey bunny. Bole drink drink jia, you're my honey bunny, toko toko. ആ പുള്ളി രാജാവാൻ തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ആ സ്റ്റോണെ കിടന്ന് മരിച്ചെന്നാണ് അത് എഴുതി വെച്ചിരിക്കുന്ന അപ്പച്ചൻ പറഞ്ഞു. അറിഞ്ഞുകൂടാ എന്താണോ, അരികിലോ എല്ലാം ഒരു തിയറിയല്ലേ, നമുക്കറിഞ്ഞൂടാ, അറിയില്ല കേട്ടാ. ആൻറ്റി അവിടെ നിന്നെന്തോ പറഞ്ഞു കൊടുക്കും. ഗൈഡ് ആ ചേച്ചിയോട് ചോദിച്ചാൽ എല്ലാം മനസ്സിലാവും. പക്ഷെ ഒരു കൂട്ടം കണ്ടോ, ഇത്രയും കൂട്ടം നിൽക്കുമ്പോൾ കണ്ടോ, പുള്ളിക്കാരി കലിപ്പാ. ഈ മൊമെന്റ് എന്നൊക്കെ പറഞ്ഞ് കലിപ്പാണ് പുള്ളിക്കാരി. ഈ മൊമെന്റ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് പുള്ളിക്കാരി കലിപ്പിച്ചെന്ന് പറയണത്. നമുക്ക് ഒന്നും ചെയ്യാൻ വയ്യ, എനിക്ക് വയ്യ, വള്ളി എടുത്ത് തലേ വെക്കാൻ വയ്യ. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടാൽ പിന്നെ എന്തെടുക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഡൗട്ടൊന്നും ചോദിക്കണേ. ഞാൻ ഇവിടെ സ്വസ്ഥമായി സന്തോഷത്തോടെ ഇങ്ങനെ പോകുന്നു. നമുക്ക് അറിയാവുന്ന കാര്യം നോക്കി
അറിയാവുന്ന കാര്യം പറഞ്ഞൊക്കെ തന്നങ്ങനെ പോയാൽ പോരെ. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. അത് മാത്രമേ പ്രശ്നം, വേറൊരു പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ള സെറ്റാണ്. എനിക്കത് ഒന്നും അറിയത്തില്ല, അത് മാത്രമേ പ്രശ്നമുള്ളൂ. വലിയ പള്ളി കണ്ടോ, വലിയ പള്ളി ഇത് കണ്ടോ, ഇത് ഭയങ്കര വലിയ ഈ പള്ളി. അപ്പം ഇത് വിഷയം എന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര വലിയ പള്ളി, ഒരു വലിയൊരു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ നേരം കണ്ട് കുറേ ഫോട്ടോസ്, കുറേ വീഡിയോസ്, കുറേ പേരുണ്ട്. എപ്പോഴും ആൾക്കാർ ഫുള്ളായിരിക്കും. ഇത് കണ്ടോ, ഇതിങ്ങനെ അങ്ങ് ചെല്ലുമ്പോൾ ഒരു വെട്ടവും ഇവിടെ. ഇതാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത. അത് സാത്താൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത് ഇൻഫോർമേറ്റീവ് ആയിട്ടൊന്നും ഇല്ല. ചുമ്മാ തലങ്കാട് അത്രേ ഉള്ളൂ. ഇത് കഥ മാത്രം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു, ബാക്കി ഒന്നും എനിക്ക് അറിയത്തില്ല. പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് ആൾക്കാർ ഒരു ആളെ പരിചയപ്പെട്ടു, ഗുജറാത്ത് പരിചയപ്പെട്ട്. ഹായ് ബ്രോ. മലയാളിയാണോ? ഹായ്, ഞാൻ ഡോൺ ബിനിൽ. ഞാൻ പുതിയ വ്ളോഗ് ചാനൽ തുടങ്ങുന്നുണ്ട്, ഡോണറ്റ് ലൈവ്. തുടങ്ങിയില്ല, തുടങ്ങും ചിലപ്പം. അത്രേ ഉള്ളു. പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നത് നല്ല സ്ഥലം. ഇതൊക്കെ വൈബ് അല്ലേ? എവിടെ പോയാലും മലയാളികളുണ്ട്, അതുകൊണ്ട് ഒരു വിഷയമില്ല. ഓൺലി കൂടുതൽ മലയാളീസ് എവിടെ നോക്കിയാലും മലയാളീസ് ഉണ്ട്. അപ്പം ഒരുവിധ മലയാളീസൊക്കെ ഇവിടെ കാണും കൂടുതൽ. ഓക്കെ, ഓളഞ്ഞ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ കുറേ മലയാളീസ് ഉണ്ട്. രസമാണ്. പേടിച്ചിട്ടായിരിക്കും എന്ത് സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ടെൻഷനായിട്ട് ചുമ്മാ ഇതായിട്ടൊക്കെ പറയാം. അപ്പം ഇത് ക്ഷമിക്കണേ, എനിക്കൊന്നും പറയാനില്ല. ഈ വ്ളോഗ് വരുമായിരിക്കും, വരും ഉറപ്പായിട്ട് വരും. അത്രേ ഉള്ളൂ. അപ്പം എല്ലാം സെറ്റാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. 2 ആഴ്ച കഴിയുമ്പോൾ ചാനൽ വരും, ഡോണറ്റ് ലൈഫ്. സബ്സ്ക്രൈബ് ചെയ്യണേ. മറക്കുമെന്ന് എനിക്കറിയാം, എന്നാലും അത്രേ ഉള്ളു വീഡിയോ. അത്രേ ഉള്ളു. നമ്മള് ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ല. അത്രേ ഉള്ളു. ആള് പോയി മടങ്ങുവാണോ? അത്രേ ഉള്ളു. അങ്ങനെ വ്യൂ ഒക്കെ കഴിഞ്ഞു. വ്യൂ ഒക്കെ കഴിഞ്ഞെന്ന് വെച്ചാൽ പള്ളിക്കകത്തൊരു ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. പിന്നെ അങ്ങനെയൊന്നും ഇല്ല. എൻ്റെ കൂടെയുള്ള 3 പേരെ കാണാൻ പോയി. ഞാൻ മാത്രം സേഫ് ആൻഡ് സൗണ്ട് ആയിട്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ബട്ട് എൻ്റെ കൂടെയുള്ള 3 പേരെ ഇവിടെ അവരെ കാണാൻ പോയി. അപ്പോൾ ഇവിടെ മറ്റേ വിളിച്ചു പറഞ്ഞൊന്നും വരാൻ പോലും ഇല്ല. കാരണം എൻ്റെ മറ്റേ ഫോണില്ല. ഈ ഫോണിൽ ഫോട്ടോ മാത്രം എടുക്കാമല്ലോ നമ്മൾ. അപ്പം അവരെ 3 പേരെയും കാണാൻ പോയി. അവർ ഈ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരണേ പറയാൻ പോലും. അയ്യോ, ഇപ്പോൾ ഒറ്റ മലയാളികൾ പോലും ഇല്ല ഇവിടെ. കുറച്ച് മുമ്പ് പറഞ്ഞുള്ളൂ മൊത്തം മലയാളികളാണ് ഇവിടെ. ഒരൊറ്റ മലയാളികൾ ഇപ്പം ഫുള്ളും മലയാളീസ്. എൻ്റെ കഷ്ടപ്പാടെ ഗതികേടച്ഛൻ സ്പീക്കിലാണ്. അവർ 3 പേര് എവിടെ പോയി? ഞാൻ സേഫാണ്, പക്ഷെ അവർ 3 പേര് മിസ്സിങ് ആണ്. എനിക്കറിയത്തില്ല എന്താണ്. അവർക്കൊക്കെ ഒരുമിച്ച് നടന്നുകൂടെ ചുമ്മാ? എന്താ ചെയ്യുക? ബ്ലഡി ഫുൾസ്. വരുന്ന 3 എണ്ണം കൂടെ കാണാൻ പോയ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടു. ഇതാരെയും നടുക്കൊരു ചേട്ടൻ കൊച്ചുമായിട്ട് വരുന്നു. അതിൻ്റെ പുറകിലുള്ള 3 പേര്. അയ്യോ ചേട്ടൻ മാറി, പ്രേമി എന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ ഒരുമിച്ച് നടന്നോളൂ. ഒരുമിച്ച്. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഒരുമിച്ച് നടക്കണം. നിങ്ങൾ 3 പേരും കാണാൻ പോയില്ലേ? ലോജിക്കായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ട് ക്യാമറയ്ക്കകത്ത്, അവരില്ല. അപ്പൊ അവരെ കാണാൻ പോയേ. ഞാൻ ക്യാമറയ്ക്കകത്തുണ്ടല്ലോ. മണ്ടന്മാര് ഇനി അണ്ടർഗ്രൗണ്ടും കൂടെ പോകാത്തായിട്ട് കുഴപ്പമില്ലുള്ളൂ. ബോയ്സ് ഇല്ല. എന്നിട്ട് എന്താ ഉള്ളേ? വലിയ സംഭവം ഉണ്ട്. അപ്പൊ ഒന്നുമില്ല. അപ്പൊ നമ്മള് ജസ്റ്റ് മിസ്സിന് അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. അപ്പൊ ഇൻഫർമേഷൻ കൂടെ ആയില്ലേ? അണ്ടർഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ ഒന്നുമില്ല അവിടെ. ശരിക്കും ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് അപ്പുറ സൈഡിൽ, പക്ഷെ യൂറോ കൊടുക്കണം. ഞങ്ങളുടെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. ശാരീരിക എടി എന്റെ ഈ പൈസ അയാളെ സ്റ്റാൻഡ് വെച്ച് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നു. കണ്ടോ, അയാളുടെ സ്റ്റാൻഡ് ഉണ്ട്, പ്രൊഫഷണൽ ആയിട്ട് അയാൾ ചെയ്യുന്നത്. അയാളുടെ പൈസ ഉണ്ട്, അയാൾ ചെയ്യുന്നത്. നമ്മുടെ പൈസ ഇല്ല, നമ്മള് മറ്റേ ചെലവ് കുറച്ച് ചെയ്യുന്നത്. വ്യത്യാസമുണ്ട് അല്ലേ? മോളെ നടക്കുന്നുണ്ടോ? ഹുഡി വേണോ?
കുട്ടിയാണോ? ഡോൺ ചേട്ടാന്ന് വിളി. കണ്ടാണ്ട് ഇവളെ വൃത്തിയുടെ വായിന്ന് വന്ന കേട്ടോ. വൃത്തിയുടെ വായിന്ന് വരുന്ന കേട്ടോ. അതെ. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വൃത്തിയുടെ വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് പറയത്തുമില്ല. ഇതെന്തിനു പോണേ? എന്താ ഇതൊക്കെ? ആരാ എന്താ? How many times lady love had given me missed calls? What to tell you, lazy like no battery at all. Idhar udhar heart bouncing like a ping pong ball, 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 ball. കണ്ടോ? നമുക്കിനി ഇവിടെ കാണാൻ ഒരു സ്ഥലം കൂടെ ഉള്ളൂ. മറ്റേ ഈ വീഡിയോസിനകത്തൊക്കെ കണ്ടില്ല, മറ്റേ താക്കോല്, എന്തായിന്ന് പറയണേ? താക്കോലല്ലേ, ചാവിയാ? എന്തൊരു കീയല്ല, കൊളുത്ത് തൂക്കി വീഴണ ആ സ്ഥലമില്ലേ, അതുകൂടെ ഉള്ളു ഇവിടെ. പിന്നെ അതുകൂടെ കഴിഞ്ഞു. ആക്ച്വലി നമ്മളങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. അതിന് പോയേക്കല്ല, ഹൗസ് പാർക്കല്ലേ, ആ കാഴ്ചകൾ കാണാം. കണ്ടീന് തുടങ്ങിയോ? സാധനല്ലേ ഇവിടെ? എന്ത് തിരക്കാണ്! അങ്ങനെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗാണ്. അറിയുന്നില്ല എത്ര അല്ലാതെന്ന് തോന്നുന്നു. ഞങ്ങൾ 4 പേരും കൂടെ ചേർത്ത് ഫസ്റ്റ് വ്ളോഗ് ചുമ്മാ ഉണ്ടാക്കി. അപ്പോൾ അതെ, അടിപൊളി ട്രിപ്പായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മൾ പള്ളിയിലൊക്കെ വന്ന് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ചിരിക്കാനും രസമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വ്ളോഗ് ഉണ്ടാക്കാം. പക്ഷെ വ്ളോഗ് തുടങ്ങാം എന്നോർത്ത്. അപ്പം അറിയില്ല അപ്പം എങ്ങനെയാവുമെന്ന്. അപ്പം അടുത്ത വ്ളോഗ് കില്ലായിരിക്കും അല്ലടാ. ഇനിയുള്ള വ്ളോഗൊക്കെ എന്തുമായിരിക്കും? അടുത്ത വ്ളോഗ് സെറ്റ് ആയിരിക്കും. അത്രേ ഉള്ളു. കോൺഫിഡൻസ് കണ്ടോ? ഇത് തുടക്കമായതുകൊണ്ട് എല്ലാവർക്കും ഏതൊരു മടി, പേടി, നാണം. എനിക്ക് സംസാരിക്കുകയാണെങ്കിൽ ഒന്നുമില്ല. അതൊക്കെ പറയും. ഒന്നെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുത്തെ ഒന്നും അറിയത്തൊന്നുമില്ല. അറിയത്തില്ല എന്തിനു പറയാൻ. അപ്പം ഇങ്ങനെയൊക്കെ സെറ്റാവും. പയ്യെ സെറ്റാവും. ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു. ഇനി അടുത്ത സ്ഥലം റോജാ മലർ കൂട്ടം, പഞ്ചാരത്തേൻ തോട്ടം.